അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പം ഓണത്തിനൊക്കെ സ്കൂളൊക്കെ പൂട്ടി, അപ്പം മദ്രസ് പൂട്ടിയിട്ടൊന്നുമില്ല കേട്ടോ നമുക്ക്. അപ്പം നമുക്ക് ഇന്നലെ നബിദിന പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഇന്ന് മദ്രസ് ഇല്ല. ഇനി അതേമാതിരി നാളെ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വിരുന്ന് പോന്നിക്കുന്നത്. അപ്പോൾ കുറേ ആയിക്കണം കേട്ടോ നമ്മളെ പെരീക്കൊന്ന് വിരുന്ന് വന്നിട്ട്. അപ്പം അൻസത്തെയും കുട്ടികളൊക്കെ വന്നിക്കണ് കാരണം അപ്പോൾ അങ്ങനെ വിളിച്ചിട്ടുണ്ട്, വാവടിയാണ് കണ്ടേ. അപ്പോൾ പിന്നെ എന്നാൽ നമ്മളും പോട്ടെ എഴുതി. അപ്പോൾ മദ്രസ ഏതായാലും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ചായക്കൊക്കെ വെള്ളം വെച്ചിനി. ഇങ്ങനെ ചായക്കൊക്കെ വെള്ളം വെച്ചു, പൊടി ഇട്ടുകൊടുത്തു, പഞ്ചാരയൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പം നമ്മൾ കടി ഉണ്ടാക്കിയത് ചീയപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പോകണമെന്ന് വിചാരിച്ചിന് കേട്ടോ. രാവിലെ തന്നെ ചായയും കടിയൊക്കെ കൂടി ചെന്നിട്ട് കുടിച്ചാന്നൊക്കെ കരുതിയത്. അപ്പോഴാണ് നമ്മളെ വലിയവൻ പറഞ്ഞു ഓന് കട ഉണ്ട് മെച്ചിയേ കാരണം. അപ്പോൾ പിന്നെ ഓന് ചോറും കൂട്ടാനൊക്കെ വേണം. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി, നമുക്കൊരു 9 മണിയൊക്കെ ആകുമ്പോൾ ഒപ്പം പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മുട്ട പുഴുങ്ങീനി, പിന്നെ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ഉള്ളി കൂട്ടാനും ഉണ്ടാക്കി. പിന്നെ ഓന് മാത്രം ഒരു തുള്ളി ചോറും വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഞാനത് ഊറ്റിക്കാണ്ട് ചൂടാറാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ മക്കൾക്കൊക്കെ ചായ കൊടുത്തു കേട്ടോ. അപ്പോൾ ചായയും കടിയൊന്നും ഉണ്ടാക്കണില്ല, പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി. പിന്നെ അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഓനില്ല ചോറാക്കാണ് കേട്ടോ ഞാൻ പാത്രത്തിൽ. അപ്പോൾ ഓന് കൊണ്ടുപോകാൻ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. കുറേ വെച്ചാൽ പിന്നെ ബാക്കിയായി കിടക്കും. അപ്പോൾ പിന്നെ ഓൻ പറഞ്ഞ് ഇച്ച് ചോറ്റക്ക് മതിമ്മ മുട്ട, ചായക്ക് മാണ്ടാറിന്. അപ്പോൾ അങ്ങനെ ഓൻ്റെത് ഞങ്ങൾ ചായക്ക് ഇട്ട് കൊടുത്തു. നല്ല ചായക്ക് കൊടുക്കാതെ ഓൻ്റെ ഞാൻ ചോറ്റിലിട്ട് കൊടുത്തേക്കണം കേട്ടോ. ഞങ്ങളതൊക്കെ പിന്നെ ഞങ്ങൾ ചായക്ക് കൂട്ടി അങ്ങനെ തിന്നിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയതൊക്കെ ഉള്ളി കൂട്ടാനൊക്കെ ഉണ്ടാക്കിയതൊക്കെ അവൻ്റെ പാത്രത്തിലാക്കി കൊടുത്തു. ഇനി നമുക്ക് അവനെ ബാഗിൽ കൊണ്ടുവരണം. അപ്പോൾ അതിന് പിന്നെ നമ്മളൊക്കെ മാറ്റി അപ്പം തുണിയും കുപ്പായൊക്കെ ബാഗിലാക്കിക്കണം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്, മാറ്റി ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ കുറേ ദിവസം അയക്കണം കേട്ടോ. കുറേ ദിവസം പറഞ്ഞാൽ മാസങ്ങളോളം അയക്കണം കേട്ടോ. മാസങ്ങളോളം ഒരു 1.5 മാസത്തോളമായി നമ്മൾ പെരീക്ക് പോയിട്ട് കേട്ടോ. മദ്രസും സ്കൂളും പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടില്ല. ഇനി അപ്പോൾ ഞങ്ങളങ്ങനെ ബസ് കയറിയിട്ട് അങ്ങനെ നമ്മൾ ബസ് കയറി ആദ്യം നിലമ്പൂരിൽ നിന്ന് പിന്നെ വണ്ടൂർക്ക് കയറിയിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണേ നമ്മളെ പെരയിൽ നമ്മൾ കോയിപ്പറമ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളങ്ങനെ ബസ് ഇറങ്ങി നടന്ന് പോകാണ് കേട്ടോ. നമ്മളെ പെരയ്ക്കുള്ള വജ്ജാണിത്. അപ്പോൾ അങ്ങനെ നടന്ന് നമ്മൾ അയലോക്കത്തെ പെരയും കാര്യങ്ങളൊക്കെയാണിത്. പിന്നെ ഇതാക്കണേ മക്കളൊക്കെ മുന്നിലേക്ക് നടക്കുന്നുണ്ട്. അപ്പം എല്ലാവരും പാടെ കൂടുമ്പോൾ രസമാണല്ലോ. അപ്പം എല്ലാവരും പാടെ കൂടുമ്പം നല്ലൊരു രസമാണ്. അപ്പം അങ്ങനെ മക്കളൊക്കെ ഇതാക്കണം ഒക്കെ നമ്മൾ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഒക്കെ പുറത്തിരിക്കണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ വീഡിയോ കണ്ടപ്പോൾ ഒക്കെ ഒത്തുക്ക് വണ്ടി കയറിയിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നപ്പോൾ ഇതാക്കണേ ചായയുടെയൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ഇഡലിയും ചായയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ച് അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളമ്മ ഇതാക്കണേ അൻസത്തി അവരൊക്കെ പാടെ കൂടി കണ്ട് നമുക്ക് ബിരിയാണിയൊക്കെ വെച്ചിക്കണേ. നമ്മൾ വന്നപ്പോൾ ഇതിന് ബിരിയാണിയൊക്കെ ദമ്മിട്ടിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറൊക്കെ കുത്തി മക്കൾക്കൊക്കെ ചോറ് കൊടുത്തു. അതിൻ്റെ ബാക്കിൽ പിന്നെ ഞങ്ങളും ചോറ് വെച്ചാണ് കേട്ടോ. അപ്പോൾ നല്ല കോഴി ബിരിയാണി കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയത്. പിന്നെ അതൊക്കെ കോഴി ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചോറ് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവനവൻ്റെ പെരിയിൽ തന്നെ ആയാൽ തന്നെ വർത്താനം പറഞ്ഞ് നിന്ന വീഡിയോ എടുക്കാനൊന്നും വലിയൊരു മൂടൊന്നുമില്ല. പിന്നെ എന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇടാൻ ഞാൻ പറ്റൂലല്ലോ. ഇത് പിന്നെ നമ്മളെ പല സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ. ഇത് ഇപ്പെട്ടതാണ് കൈപ്പങ്ങയും ചെമ്മീനൊക്കെ വറുത്ത് പൊടിച്ചിട്ടൊരു അച്ചാർ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരു അച്ചാർ തിന്നണത്. സംഭവം പൊളിയേനി കേട്ടോ, നല്ല അടിപൊളി അച്ചാർ, നല്ല രസം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇങ്ങനത്തെ അച്ചാറൊക്കെ തിന്നിക്കണോ? കൈപ്പങ്ങയും ചെമ്മീനൊക്കെ ഇട്ടത്. അപ്പോൾ നല്ല അടിപൊളി അച്ചാറൊക്കെ കൂട്ടി തൈരൊക്കെ കൂട്ടി നമ്മളെ ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായി വന്നീന് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചോറൊക്കെ തിന്ന് അത് കഴിഞ്ഞ് നമ്മളെ ഇളച്ചൻ വന്നീന് കേട്ടോ. അപ്പോൾ ഇളച്ചനെ വെച്ചാൽ നമ്മളെ അൻസത്തിൻ്റെ മാപ്പിളയാണ് കേട്ടോ. ഓൻ വന്നപ്പം കൊണ്ടുവന്നതാണ് ഒരു ഐസ്ക്രീമൊക്കെ. അങ്ങനെ ചോറയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീമും തിന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം ഇൻഷാ.